വെള്ളിയാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായകമായ യോഗം നടക്കാനിരിക്കെ LDFന്റെ പാർട്ടി ലീഡർ SP ദീപക് നമ്മോടൊപ്പം സംസാരിക്കുന്നുണ്ട്. പിന്നെ സുഗതൻ പങ്കെടുക്കാത്ത മൂന്നാമത്തെ യോഗമായിരിക്കും നടക്കുക. പക്ഷേ സുഗതന്റെ അവധി അപേക്ഷ കൌൺസിൽ പാസ്സാക്കിക്കൊണ്ട് അത് മറികടക്കാനാണ് കോർപ്പറേഷന്റെ നീക്കം. ഇല്ല, അങ്ങനെ അവധി കൊടുക്കാൻ പറ്റില്ലല്ലോ. സൂതൻ എന്ന് പറയുന്നത് ഒരു കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രതിയാണ്. അപ്പോൾ 6 മാസത്തേക്കാണ് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാളുടെ അവധി എങ്ങനെയാണ് കൊണ്ടുവന്ന് കോർപ്പറേഷനകത്ത് പാസ്സാക്കുന്നത്? അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു അവധി കൊണ്ടുവന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. പലപ്പോഴും പല ജഡ്ജിമെന്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജയിലിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്ന ആളുകൾക്ക് മറ്റ് പ്രിവിലേജുകളോ മറ്റ് എക്സംഷൻസോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ നിയമം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. 3 കണ്ടിന്യൂസ് ആബ്സെൻസ് അല്ലെങ്കിൽ 90 ഡേയ്സ്. ആ 90 ഡേയ്സ് അനുസരിച്ച് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ടെർമിനേറ്റ് ചെയ്ത് പോകും. അതിനൊരു പ്രൊസീജിയറുണ്ട്. അത് നഗരസഭാ സെക്രട്ടറിയാണ് അതിനെ ഇനിഷ്യേറ്റീവ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. അതിനുശേഷം അദ്ദേഹം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സൂതന് നോട്ടീസ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് അതിനകത്ത് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. ഈ അവധി അപേക്ഷ ഈ കൌൺസിൽ ലോകത്തിലെ ഒരു ഭൂരിപക്ഷം വെച്ചുകൊണ്ട് പാസ്സാക്കിപ്പിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനാണ് അവർ ആലോചിക്കുന്നതെന്ന് കരുതുന്നത്. അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിപ്പോ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയപ്പോ ഇതേപോലെ തന്നെയാണല്ലോ, നിയമവിരുദ്ധമായിട്ടല്ലേ അവർ നടത്തിയത്. അവസാനം ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞില്ലേ, അത് ഒന്നുകൂടി നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഭരണഘടനയും ഈ പറയുന്ന മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ചോ അല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ശക്തമായ എതിർപ്പ് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് കൊണ്ടുവരും. അത് നിയമപരമായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിയമത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതല്ല അവർ ഈ ജനാധിപത്യപരമായി അവർ ഈ പറയുന്ന മര്യാദകൾ പാലിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെതിരെ ജനാധിപത്യപരമായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ ഈ കാര്യത്തിനകത്ത് കൊണ്ടുവരും. അവിടെ നമ്മുടെ കൌൺസിലിനെ സംബന്ധിച്ച് എത്രയോ കാലമായി കൌൺസിലൊന്ന് നേരെ പോയി കൂടിയിട്ട് ഇപ്പോഴും ജൂലൈ 31 പറയുന്നത് ഏറ്റവും അവസാനത്തെ ദിവസമാണ്. അതുവരെ സൂതൻ വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ നീറുന്ന വലുതും ചെറുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം 2.5 മണിക്ക് കൊണ്ടുവച്ചേക്കുകയാണ്. 500 അജണ്ട ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് വെച്ച് ചർച്ച ചെയ്താൽ തന്നെ അതിന് എങ്ങനെ പോയാലും ഒരു 6-7 മണിക്കൂർ എടുക്കും. അങ്ങനെ ആ കാര്യങ്ങൾ നേരെ കൊണ്ടുപോകാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവിടെ വന്ന് ഈ പറയുന്നത് പോലെ തന്നെ 2 മിനിറ്റ് കൊണ്ട് എല്ലാ അജണ്ടകളും പാസ്സാക്കി എണീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം. ഇങ്ങനെ ഒരു സ്തംഭനാവസ്ഥ സത്യത്തിൽ നമ്മുടെ കോർപ്പറേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് കൌൺസിലിനകത്ത് ചർച്ച ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഓരോ ദിവസം കഴിയും തോറും ഇത് നിശ്ചലമാവുകയാണ്. ഇപ്പം മരാമത്ത് പണി പൂർണ്ണമായി 360 കോടി രൂപയുടെ ഇപ്പോഴത്തെ ഉള്ളതല്ല, കഴിഞ്ഞ വർഷത്തെ മരാമത്ത് പണികൾ ഒന്നും നടക്കുന്നില്ല. എല്ലാം സ്തംഭിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടൊരു പ്രോജക്റ്റോ പദ്ധതിയോ ഒന്നും ഇതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. തെരുവുനായി ശല്യം ഒന്നും ഇടപെടാൻ പറ്റുന്നില്ല. മാലിന്യങ്ങൾ കൂമ്പാരം കൂടി കിടക്കുന്നത് ഒന്നും ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ പോലും നമ്മൾ അവിടെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അവർ ഈ സൂതനെയും പിടിച്ച് വീണ്ടും സൂതന്റെ വന്ന സംഭവത്തെ തുടർന്ന് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ അവർ പറയുന്നത്. കാപ്പ കേസിനകത്ത പ്രതിക്ക് ലീവ് അപേക്ഷ കൊടുക്കുമെന്നൊക്കെ പറയുന്നു. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നതെന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും കാപ്പ കേസിലെ പ്രതിയുടെ അവധി അപേക്ഷ എന്തായാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ ജനാധിപത്യ പ്രക്ഷോഭം ഉയർത്തുമെന്ന് തന്നെയാണ് ദീപക് പറയുന്നത്. സിജോ സുധാകരനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.